നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ അന്ന്. ഇപ്പോ ഇവള് വെറും ടൈലറല്ല, സൂപ്പർവൈസറാ. സൂപ്പർവൈസറോ? പ്രിയന്റെ സ്ഥാനത്ത് ഇനി മുതൽ ഇവളാ. ഇന്നു മുതൽ നിഷ ഇവിടുത്തെ സൂപ്പർവൈസറാ. മോഹൻ, കട്ടിങ്ങും ക്യൂസിയും പാക്കിങ്ങും മാത്രമാണ് ഇന്നു മുതൽ നിന്റെ ജോലി. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഇന്നു മുതൽ നിഷയുടെ അണ്ടറിലായിരിക്കും. ഇവൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ നിങ്ങൾ അനുസരിക്കണം. മനസ്സിലായോ? മോഹന് മനസ്സിലായോ? ഇന്നു മുതൽ നീയും നിഷയുടെ അണ്ടറിലാണെന്ന്. നിഷയുടെ മുമ്പിൽ ആളാവാൻ നോക്കരുത്. ഇവൾ എന്തു പറഞ്ഞാലും നീയും അനുസരിക്കണം. നിഷ കൽപ്പിച്ച അത് ഈ കരുണാകരൻ കൽപ്പിച്ചതുപോലെയാ. എതിർക്കാതെ, മറു ചോദ്യം ചോദിക്കാതെ അനുസരിച്ചോളണം എല്ലാവരും. സാറെന്താ തമാശ കളിക്കാണോ? എന്ത് യോഗ്യത ഉണ്ടായിട്ടാ പ്രിയന്റെ സ്ഥാനത്ത് സാറ് ഈ നിഷ ചേച്ചിയെ പിടിച്ചിരുത്തിയത്? സൂപ്പർവിഷനെ കുറിച്ച് നിഷ ചേച്ചിക്ക് എന്തറിയാം? പരദൂഷണം പറഞ്ഞു നടക്കുന്ന കുശുംബി തള്ളക്ക് പറഞ്ഞിട്ടുള്ളതല്ല സൂപ്പർവൈസർ പണി. അതിന് കഴിവും പ്രാപ്തിയും വേണം. പ്രിയന്റെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ഈ സ്ത്രീക്ക്? അത് നീ നോക്കണ്ട. നീ നിന്റെ പണി ചെയ്താ. ഈ കമ്പനിയിൽ വന്നതിന് ശേഷമല്ലേ പ്രിയൻ വലിയ സൂപ്പർവൈസറായി മാറിയത്? അവനെ പണി പഠിപ്പിച്ചതാരാ? ഈ ഞാനാ. അവനേക്കാളും വലിയ സൂപ്പർവൈസറായി നിഷ മാറുന്നതേ ഞാൻ നിനക്ക് കാണിച്ചേരടാ. നീ പട്ടുകാട്ടിയാരി. നീ ഇട്ട് കൊടുത്ത ചായ നിഷയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ചായ ഇട്ട് കൊടുക്കണം. നിഷയ്ക്ക് തൃപ്തി ആവുന്നത് വരെ നീ ചായ ഇട്ട് കൊടുക്കണം. നല്ലൊരു ചായ ഇട്ട് കൊടുക്ക്. ഓ സാറിനെ അനുഗ്രഹിക്കണം. നന്നായി വാ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി എല്ലാരും അവരവരുടെ ജോലി ചെയ്. പാറു, ചായ സൂപ്പർ ആയിരിക്കണം. കടുപ്പവും മധുരവും ചൂടും പാകത്തിനായിരിക്കണം. വേഗം ഇട്ടുണ്ടോ? അയ്യോ, പ്രിയൻ ചേട്ടന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. ജയന്തി ചേച്ചി, നിങ്ങൾ പോയാൽ മതി. പ്രിയൻ ചേട്ടനോട് നിങ്ങൾ സംസാരിച്ചാൽ മതി. പ്രിയൻ ചേട്ടന്റെ വീട്ടിൽ പോണം. പ്രിയൻ ചേട്ടനോട് സംസാരിച്ച് മനസ്സ് മാറ്റി കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് കാലത്ത് മുതൽ പറയുന്ന ആളാ. എന്നിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ പ്രിയൻ ചേട്ടന്റെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന്. പ്രിയൻ ചേട്ടനെ കാണാനല്ലേ വന്നത്? എന്നിട്ട് നീ വരുന്നില്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുക? വന്നേ. ഇല്ല സൗന്ദര്യ, നീയും ജയന്തി ചേച്ചിയും പോയാ മതി. പാറു, നിർബന്ധിക്കണ്ടടി, നമുക്ക് പോവാം. നീ വാ.
വീട് പണി നടക്കുന്നത് ഭാസ്കരന്റെ പറമ്പില. പക്ഷെ പൊടി മുഴുവൻ ഇവിടെയാ. ഈ തലേണ കവറും ബെഡ്ഷീറ്റും ഒക്കെ ദിവസം മാറ്റണം എന്ന് പറഞ്ഞാൽ കേക്കില്ല. ജനൽ അടച്ചിട്ടാ പോരെ, പൊടി കേറുവോ? അമ്മയുടെ പൊന്നുമോനോട് പറയാൻ കഴിയില്ലല്ലോ, തലേ കേറില്ലേ? നീ നമ്മൾ കിടക്കുന്ന മുറിയിലെ ജനൽ അടയ്ക്കാറുണ്ടോ? അത് ഇല്ല. ഇല്ല. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോ 100 നാവാ. ഇത് നമ്മുടെ വീടിന്റെ ആധാരമല്ലേ? ആ അത് അമ്മേ, ഇത് അമ്മയുടെ ഷെൽഫിലല്ലേ വെച്ചിരുത്. ഇതെങ്ങനെ ഇവിടെ എത്തിയത്? എന്താ ഇത്? നോക്കട്ടെ. അമ്മ, ഇത് ലോൺ ആപ്ലിക്കേഷൻ ഫോമാ. ലോൺ ആപ്ലിക്കേഷൻ ഫോമോ? അതെ അമ്മേ, PVI ബാങ്കിന്റെ. ചേട്ടന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, ഒപ്പ് ഇട്ടിട്ടുണ്ട്. ഓ, എനിക്ക് മനസ്സിലായി. അവന് ഈ ആധാരം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ നോക്കിയതാ. അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ട അമ്മേ, അവൻ ലോൺ എടുത്തിട്ടില്ല. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ബാങ്കിൽ നിന്ന് ലോൺ കൊടുത്തിട്ടില്ല. അവൻ എത്ര രൂപയാ ലോൺ എടുക്കാൻ നോക്കിയത്? 10 ലക്ഷം. 10 ലക്ഷം രൂപയോ? നീ മാറ്. അമ്മേ, എന്താടാ ഇത്? എന്താ അമ്മേ? ഇന്നാ എടുത്തു നോക്ക്. വീടിന്റെ ആധാരം പണയം വെച്ച് ലോൺ എടുക്കാൻ മാത്രം എന്താ അത്യാവശ്യമായിട്ട് നിനക്കുണ്ടായത്? അതും 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ലോൺ എടുക്കാൻ മാത്രം ഒരത്യാവശ്യം നിനക്കും ഉണ്ടായിട്ടില്ല, ഈ കുടുംബത്തിനും ഉണ്ടായിട്ടില്ല. പിന്നെ നീ എന്തിനാ ലോൺ എടുക്കാൻ നോക്കിയത്? ആർക്ക് വേണ്ടിയാ ലോൺ എടുക്കാൻ നോക്കിയത്? പറയടാ. പാറുവിന് വേണ്ടിയില്ലേ? നമുക്ക് പോവാം. നിക്ക്. പാറുവിന് 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അമ്മക്ക് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോന്ന് നീ ചോദിച്ചപ്പോ തന്നെ ഞാനിത് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു.